ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവത് കൽപ്പയതൽപ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം യജിന്തീൽ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ വരാഹാവതാരമാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൽ സ്വയംഭുവ മനുവിൻ്റെ സൃഷ്ടികൾ വളരെയേറെ അഭിവൃദ്ധിപ്പെട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഭൂമി ജലത്തിൽ ആണ്ടുപോയി. അങ്ങനെ സങ്കടമുണർത്തിക്കാൻ തൻ്റെ പിതാവായ ബ്രഹ്മദേവൻ്റെ അടുത്ത് എത്തുന്ന കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ സ്വയംഭുവ മനുവാണ് വന്നിട്ട് ബ്രഹ്മാവിനോട് സങ്കടമുണർത്തിക്കുന്നത്. പക്ഷേ വരാഹാവതാരം നടക്കുന്നത് ചാക്ഷുഷ മന്വന്തരത്തിലാണ്. അഥവാ ഈ സ്വയംഭുവ മനുവിൻ്റെ പല പിൻഗാമികളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. നമുക്കറിയാം, ചെറുമക്കൾക്ക് ദുഃഖം വന്നാൽ, എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയാൽ മുത്തച്ഛനും മുത്തശ്ശിക്കും ആ ഒരു വേദന അനുഭവപ്പെടുന്നത് പോലെ ഇവിടെ സ്വയംഭുവ മനു സങ്കടമുണർത്തിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്വയംഭുവ മനു, നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, ബ്രഹ്മാവിനോട് സങ്കടമുണർത്തിക്കാൻ വരുമ്പോൾ മറ്റുള്ള മുനിമാരോടുകൂടി ഭഗവാന്റെ പാദസേവ ചെയ്ത് സന്തുഷ്ടനായിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് സ്വയംഭുവ മനു പറയുകയാണ്, ആദ്യത്തെ രണ്ട് വരിയിലായിട്ട് സ്വയംഭുവ മനു എന്താണോ ബ്രഹ്മദേവനോട് പറഞ്ഞത് അതാണ് പറയുന്നത്. കഷ്ടമെന്നാൽ കഷ്ടം തന്നെ, വളരെ സങ്കടകരമാണ്. പ്രജാസൃജതി എന്ന് പറഞ്ഞാൽ പ്രജാസൃഷ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മയ്യവനിർനിമഗ്ന, ഇവിടെ മൈ അവനിഹി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മൈ അവനിർ. ഇനിയും അത് ചേർന്ന് നിമഗ്ന എന്ന് ചേർന്ന് വരികയാണെങ്കിൽ, ഇപ്പം എൻ്റെ ബുക്കിലൊക്കെ രണ്ടായിട്ടാണ് അത് ചേർന്നാണ് വരുന്നതെങ്കിൽ നിമഗ്ന എന്നത് വേറെ ഒരു മൂന്നാമത്തെ പദമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മൈ എന്നാൽ ഞാൻ, അവനിഹി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നിമഗ്ന എന്നാൽ അങ്ങനെ ആണ്ടുപോവുക, ജലത്തിൽ ആണ്ടുപോയി. ബ്രഹ്മദേവനോട് പറയുകയാണ്, അങ്ങനെ അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ പ്രജാസൃഷ്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പ്രജാസൃഷ്ടിത വളരെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് ധാരാളം പ്രജകളായിരിക്കുന്നു ഇപ്പോൾ. കാരണം നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി, ഈ കഥ നടക്കുന്നത് ചാക്ഷുഷ മന്വന്തരത്തിലാണെന്ന് പറയുകയുണ്ടായി. ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുന്നത് 6ാമത്തെ മന്വന്തരമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് വൈവസ്വത മന്വന്തരത്തിലാണ്. ഏറ്റവും ആദ്യത്തേതാണ് സ്വയംഭുവ മന്വന്തരം. ഈ മന്വന്തരം എന്ന് പറയുന്നത് ഓരോ മനുവിൻ്റെയും ആയുസ്സാണ്, ആയുഷ്കാലമാണ് എന്ന് പറയാറുണ്ട്. എന്ന് കരുതി
ആ ഒരു മന്വന്തര കാലഘട്ടം കഴിയുമ്പോൾ മനുക്കൾ ആ ഒരു സ്ഥാനത്ത് നിന്നും ഇറങ്ങുന്നു. മനുവായി തുടരുന്ന, അതാത് മന്വന്തരത്തിലെ മനുവായി തുടരുന്ന കാലാവധി മാത്രമേ കഴിയുന്നുള്ളൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഏറ്റവും ആദ്യത്തെ മന്വന്തരത്തിലെ മനുവാണ് സ്വയംഭുവ മനു. അതിനുശേഷം രണ്ടാമത്തേതായിട്ട് സ്വരോജിക്ഷന്, പിന്നെ മൂന്നാമത് ഉത്തമന്, നാലാമത് താമസൻ, അഞ്ചാമത് രൈവതൻ, അതിനുശേഷമാണ് ആറാമതായിട്ട് ചക്ഷുഷൻ വരുന്നത്. ആ ചാക്ഷുഷ മന്വന്തരത്തിലാണ് ഈ കഥയൊക്കെ നടക്കുന്നത്. അപ്പോൾ നോക്കൂ, ചാക്ഷുഷ മന്വന്തരത്തിൽ സ്വയംഭുവ മനുവിൻ്റെ എത്രയോ പിൻഗാമികൾ കഴിഞ്ഞതിന് ശേഷമാണ് ചക്ഷുഷൻ വരുന്നത്. ആ ചാക്ഷുഷ മന്വന്തരത്തിൽ ഇങ്ങനെ ഈ ഒരു പ്രജാസൃഷ്ടി അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂമിദേവി ജലത്തിൽ ആണ്ടുപോകുന്നത്. എന്നാൽ ഇതിൻ്റെ സങ്കടം ബ്രഹ്മാവിനോട് പോയി ഉണർത്തിക്കുന്നതാവട്ടെ സ്വയംഭുവ മനുവും. അപ്പോൾ അതാതു മനുക്കളുടെ ആ മന്വന്തരത്തിലെ മനുവായിരിക്കുന്ന ആ ഒരു സ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിലും അവരൊക്കെ മന്വന്തരങ്ങളിലെല്ലാം തന്നെയും ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചിരഞ്ജീവികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ കൽപ്പാന്ത കാലം വരെയും അവരൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെയും നമുക്കറിയാം, ഒരു മന്വന്തരം എന്ന് പറയുന്നത് തന്നെ 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ്. അത്രയും നീണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഒരു ചതുർയുഗം എന്ന് പറയുന്നത് തന്നെ 12,000 ദിവ്യവർഷങ്ങൾ. അതിൽ തന്നെ ഒരു ദിവ്യവർഷം 360 മനുഷ്യവർഷങ്ങളാണ്. അപ്പോൾ ഇത്രയും കാലയളവ് നീളുന്ന, അല്ലെങ്കിൽ 4 യുഗങ്ങൾ ചേരുന്നതാണ് ഒരു ചതുർയുഗം. സത്യയുഗം അഥവാ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് ഓരോന്നും ലക്ഷക്കണക്കിന്, നമ്മുടെ മനുഷ്യവർഷമായി കണക്കാക്കുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ. ഇപ്പോൾ കൃതയുഗം വന്നാൽ തന്നെ 17,28,000 വർഷങ്ങൾ ചേരുന്നതാണ് ഒരു കൃതയുഗം എന്ന് പറയുന്നത്. ത്രേതായുഗം എന്ന് പറയുമ്പോൾ 12,96,000 വർഷങ്ങൾ ചേരുന്നുണ്ട്. ദ്വാപരയുഗമാകട്ടെ 8,64,000 വർഷങ്ങൾ ചേരുന്നതാണ്. കലിയുഗം ആണ് ഇതിൽ ഏറ്റവും കാലദൈർഘ്യം കുറവുള്ളത്. 4,32,000 വർഷങ്ങൾ, 32,000 വർഷങ്ങൾ ചേരുന്നതാണ് കലിയുഗം. അഥവാ ഒരു കലിയുഗത്തിൻ്റെ കാലയളവിൻ്റെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ 2 മടങ്ങാണ് ഒരു ദ്വാപരയുഗം എന്ന് പറയുന്നത്. ഒരു കലിയുഗത്തിൻ്റെ 3 മടങ്ങാണ് ത്രേതായുഗം എന്ന് പറയുന്നത്. ഒരു കലിയുഗത്തിൻ്റെ 4 മടങ്ങാണ് കൃതയുഗം അഥവാ സത്യയുഗം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഇത്രയും കാലങ്ങൾ ചേരുന്നതാണ്, ഈ 4 യുഗങ്ങളും കൂടി ചേരുന്നതാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 71 ചതുർയുഗങ്ങളാണ് ഒരു മനുവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അഥവാ ഒരു മനു ആ മന്വന്തരത്തിലെ മനുവായി തുടരുന്ന കാലയളവ്. അപ്പോൾ അങ്ങനെ 71 ചതുർയുഗങ്ങൾ ചേരുന്ന ഒരു മന്വന്തര കാലം. അങ്ങനെയുള്ള സ്വയംഭുവ മനുവിൽ നിന്ന് തുടങ്ങി 5 മന്വന്തരങ്ങൾക്ക് ശേഷം ചാക്ഷുഷ മന്വന്തരത്തിൽ ഈ ഭൂമിദേവി ആ ചക്ഷുഷനിലൂടെ തന്നെ ഈ പ്രജാസൃഷ്ടി അങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂമിദേവി ജലത്തിൽ ആണ്ടുപോകുന്നത്. അതിൻ്റെ സങ്കടം മുതുമുത്തച്ഛനായിട്ടുള്ള സ്വയംഭുവ മനുവാണ് വന്നിട്ട് ബ്രഹ്മദേവനോട് ഉണർത്തിക്കുകയാണ്. അല്ലയോ ബ്രഹ്മദേവ, കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന. അല്ലയോ ബ്രഹ്മദേവ, ഈ പ്രജാസൃഷ്ടി ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ്, വളരെ സങ്കടകരം തന്നെയാണ്. ഈ ഭൂമിദേവി ഇങ്ങനെ ജലത്തിൽ ആണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾക്ക് വസിക്കുവാനുള്ള ഒരു സ്ഥലം, അതിനെയാണ് ഇവിടെ സ്ഥാനം എന്ന് ഉദ്ദേശിച്ചത്. ആ സ്ഥാനം സരോജഭവ, സരോജത്തിൽ ഭവിച്ചവൻ അഥവാ ബ്രഹ്മാവേ, അല്ലയോ ബ്രഹ്മദേവ. അതുകൊണ്ട് അവർക്ക് സ്ഥാനം, വസിക്കുവാനുള്ള ഒരു സ്ഥാനം കൽപ്പയ എന്നാൽ കൽപ്പിച്ചു തന്നാലും. ആർക്ക്? തൽപ്രജാനാം, ആ പ്രജകൾക്ക്.
ഇപ്പോൾ അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഇത്രയേറെ കാലങ്ങൾക്കിപ്പുറവും അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രജാസൃഷ്ടി അങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രജകൾക്ക് താമസിക്കുവാൻ അവിടുന്ന് ഒരു സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് വസിക്കുവാനുള്ള ഒരു ഇരിപ്പിടം അവിടുന്ന് കൽപ്പിച്ചു നൽകിയാലും ബ്രഹ്മദേവ. എന്നിട്ട് ഇത് ഈ ഒരു 2 വരികൾ സ്വയംഭുവ മനു ബ്രഹ്മദേവനോട് സങ്കടമുണർത്തിക്കുന്നതാണ്. ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തേൽ. ഇങ്ങനെ സ്വയംഭുവ മനു വന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു, ഇത്യേവമേഷ, ഇതി, ഏവം, ഏഷ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഇത്യേവമേഷ. ഇതി എന്നാൽ എന്ന, ഏവം ഇപ്രകാരം, അപ്പോൾ എന്നിപ്രകാരം, ഏഷ, ഏഷ എന്നാൽ ഈ, കഥിതോ, കഥിത എന്നാൽ പറയപ്പെട്ട, മനുന മനുവിനാൽ, ഇത് സ്വയംഭുവ മനുവിനാൽ പറയപ്പെട്ട, എന്നിപ്രകാരം സ്വയംഭുവ മനുവിനാൽ പറയപ്പെട്ട സ്വയംഭൂരംഭോരുഹാക്ഷ. ഇവിടെ സ്വയംഭൂഹു അംഭോരുഹാക്ഷ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സ്വയംഭൂരംഭോരുഹാക്ഷ. സ്വയംഭൂ എന്നാൽ ബ്രഹ്മദേവന്, അല്ലെ, ഒരു മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ഉണ്ടായതല്ല, ഭഗവാനിൽ നിന്ന് അങ്ങനെ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റേത്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മദേവൻ, അപ്പോൾ ഇപ്രകാരം മനുവിനാൽ സങ്കടം ഉണർത്തിക്കപ്പെട്ട ബ്രഹ്മദേവൻ അംഭോരുഹാക്ഷ, അല്ലയോ ഭഗവാനെ, തവ പാദയുഗം വ്യചിന്തേൽ. തവ എന്നാൽ അങ്ങയുടെ, പാദയുഗം ഈ 2 പാദപത്മങ്ങളെ, ചരണകമലങ്ങളെ, വ്യചിന്തേൽ ധ്യാനിച്ചു. അപ്പോൾ ഇവിടെ സ്വയംഭുവ മനു സങ്കടമുണർത്തിക്കാൻ തനിക്ക് ജന്മം തന്ന, തനിക്ക് പിതൃസ്ഥാനീയനായ ബ്രഹ്മദേവനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവന് തൻ്റെ മക്കളുടെയും ചെറുമക്കളുടെയും അതിനുശേഷമുള്ള ആ പരമ്പരയിൽപ്പെടുന്ന ചെറു മക്കളുടെ ഒക്കെയും സങ്കടങ്ങൾ കേട്ടപ്പോൾ ബ്രഹ്മദേവൻ എന്താ ചെയ്തത്? തൻ്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള, അല്ലയോ താമരക്കണ്ണ ഭഗവാനെ, അങ്ങയെ ധ്യാനിച്ചു. അപ്പോൾ എത്രയോ തലമുറകൾക്കിപ്പുറം, എത്രയോ മന്വന്തരങ്ങൾക്കിപ്പുറം ചാക്ഷുഷ മന്വന്തരത്തിലാണ് ഈ ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ എന്ന ഭഗവാന്റെ പാർഷദൻ്റെ തന്നെ അടുത്ത ജന്മം അസുരനായി പിറന്ന, അല്ലെങ്കിൽ ആസുരിക സ്വഭാവത്തോടു കൂടിയ ഹിരണ്യാക്ഷൻ ജലത്തിലേക്ക് മുക്കിത്താഴ്ത്തുന്നത്. അങ്ങനെ മുക്കിത്താഴ്ത്തിയപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ 5 മന്വന്തരങ്ങൾക്ക് ശേഷമുള്ള ചാക്ഷുഷ മന്വന്തരത്തിലെ ആ ചാക്ഷുഷ മനുവിൻ്റെ സങ്കടം തൻ്റെ മുത്തച്ഛനായിട്ടുള്ള സ്വയംഭുവ മനു പോയി തൻ്റെ പിതൃസ്ഥാനീയനായ ബ്രഹ്മദേവനോട് ഉണർത്തിക്കുന്നു. ആ ബ്രഹ്മദേവനാകട്ടെ ഈ സങ്കടങ്ങളെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ നേരെ അത് ഭഗവാനെ, അങ്ങയുടെ പാദചരണങ്ങളെ, അങ്ങയുടെ പാദകമലങ്ങളെ ധ്യാനിക്കുന്നതിനായിക്കൊണ്ട് ബ്രഹ്മാവ് ആരംഭിച്ചു. നമുക്ക് ഏതൊരു പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിനൊരു നിവാരണ മാർഗം കാണാതെ ഇരിക്കുമ്പോൾ എന്തേ വേണ്ടൂ എന്ന് കാണിച്ചു തരികയാണിവിടെ. ഭഗവാനെ അങ്ങോട്ട് നന്നായി ധ്യാനിക്കുക, ഭഗവാനെ ഭജിക്കുക. ഉറപ്പാണ് അതിനെന്താണോ വേണ്ടത് അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരും. ഇവിടെ ബ്രഹ്മദേവൻ പോലും ഇതിനൊരു പരിഹാര മാർഗം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഭൂമിദേവിയെ രക്ഷിക്കാനാകട്ടെ ആ ഭഗവാന് മാത്രമേ കഴിയൂ. കാരണം ഭഗവത് പത്നിയാണ് ഭൂമിദേവി. അതുകൊണ്ട് ആ ബ്രഹ്മദേവൻ നേരെ ഭഗവാനെ തന്നെ അങ്ങോട്ട് ധ്യാനിച്ചു. ഇതിനു മുൻപും ബ്രഹ്മദേവൻ തനിക്ക് സങ്കടം വന്നപ്പോൾ, തനിക്ക് മുൻപിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴൊക്കെയും ഭഗവാനെ അങ്ങേ തന്നെയാണ് ധ്യാനിച്ചതല്ലേ. നമ്മൾ കഴിഞ്ഞ പല ദശകങ്ങളായി കണ്ടിരുന്നു. സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെ തുടങ്ങേണ്ടു എന്നറിയാതിരുന്ന ബ്രഹ്മാവ്
അങ്ങയെ ധ്യാനിച്ച് പ്രീതിപ്പെടുത്തി അങ്ങയുടെ അനുഗ്രഹത്തോടു കൂടി അത് തുടങ്ങുന്നു. അതിനുശേഷവും ആ സൃഷ്ടികർമ്മം തുടങ്ങിയതിന് ശേഷവും പിന്നീടും നമുക്ക് കാണുകയുണ്ടായി ഈ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴും ഇതിനെയൊക്കെ ചേർത്തുകൊണ്ട് അതിൽ നിന്നും ഒരു പൂർണ്ണമായ സൃഷ്ടി രൂപപ്പെടുത്തുവാൻ കഴിയാതെ വന്നപ്പോഴും ഭഗവാനെ അങ്ങയെ ധ്യാനിച്ചു. എന്തിനേറെ പറയുന്നു, താൻ ആര്, താൻ എവിടെ നിന്ന് വന്നു എന്നറിയാനും ഭഗവാനെ അങ്ങയെ തന്നെയാണ് ആ ബ്രഹ്മാവ് ശരണം പ്രാപിച്ചത്. ഒരു കുട്ടിയെ അമ്മ അടിക്കുമ്പോൾ കുട്ടി കരയുക അമ്മേന്ന് വിളിച്ചിട്ടാണ്. ഇതേപോലെ ഭഗവാനെ അങ്ങയുടെ സൃഷ്ടികൾക്ക് അങ്ങ് അറിയാത്തതല്ല വരുന്ന സങ്കടങ്ങളൊക്കെയും. എന്നിരുന്നാലും ആ സങ്കടങ്ങൾ വരുമ്പോഴും ആ സങ്കടങ്ങളുടെ നടുവിലിരുന്നും അങ്ങയെ വിളിക്കുമ്പോൾ അങ്ങ് എളുപ്പം വിളി കേൾക്കും എന്ന് കാണിച്ചു തരികയാണ് ഇവിടെ ബ്രഹ്മാവ്. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ പാദകമലങ്ങളെ ധ്യാനിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂരംഭോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീൽ. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വരിയിൽ പ്രജാസൃജതി, അവിടെ പ്രജ കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്. അപ്പോൾ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ മയ്യവനിർ, അവിടെ മയ്യ വനിർ എന്ന് വായിക്കരുത്, അവനിയാണ്. അതുകൊണ്ട് അകാരം കൊടുത്ത് വായിക്കുക, യായിക്കുക. മയ്യവനിർ നിമഗ്ന. പിന്നെ അടുത്തത് മൂന്നാമത്തെ വരിയുടെ അവസാനം വരുമ്പോൾ സ്വയംഭൂരംഭോരുഹാക്ഷ, അവിടെ രാ ജോയിൻ ചെയ്യാൻ വന്നാണ്. സ്വയംഭൂ അംഭോരുഹാക്ഷാണ്. അതുകൊണ്ട് രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം. പിന്നെ അത് ഇത്രയും ചേർത്ത് തന്നെ വായിക്കുകയും വേണം. സ്വയംഭൂരംഭോരുഹാക്ഷ. ഇനിയും തുടക്കക്കാർക്ക് അത് പറ്റുന്നില്ല എങ്കിൽ സ്വയംഭൂഹു, അവിടെ ഒരു വിസർഗം കൊടുത്തുകൊണ്ട് താഴെ അംഭോരുഹാക്ഷ, പിന്നെ രംഭോരു എന്നെടുക്കരുത്, അംഭോരുഹാക്ഷ എന്ന് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.